ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. തുലാം വിശ്വാസത്താലും കല്ലുകൾ ദൈവശക്തിയാലും യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പണിയപ്പെടട്ടെ. വചനം നിറഞ്ഞിരിക്കട്ടെ, നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നവീകരിക്കട്ടെ, വചനത്താൽ ബലപ്പെടട്ടെ. റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇൻപ്രഗ്നബിലിറ്റി ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ജീവൻ്റെ വചനത്തിൻ്റെ ഇവഞ്ചലൈസേഷൻ, നവസുവിശേഷവൽക്കരണം നടക്കട്ടെ. എങ്കിൽ നീ വീട്ടിലായിരിക്കുമ്പോൾ ആ വചനം നിന്നെ നയിക്കും. നീ പോകുമ്പോൾ ഇതിലെ എന്നും തിരികെ വരേണ്ടപ്പോൾ ഇങ്ങോട്ടെന്നും പറഞ്ഞ് വിളിക്കും. ആ ഭവനത്തിൽ തിരുക്കുടുംബം മുഴങ്ങും. വീട്ടിൽ എപ്പോഴും വചനം മുഴങ്ങാൻ കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ. ആമേൻ.